ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സർഗലയം യൂട്യൂബ് ചാനൽ. രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫോർട്ടായ അംബർ ഫോർട്ടിലാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്നും 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഫോർട്ടിലെത്തും. അത്ര വലിയ ഫേമസ് ഫോർട്ടാണിത്. ആയതുകൊണ്ട് ധാരാളം വിനോദസഞ്ചാരികളാണ് ഇവിടെ ദിവസേന എത്തിച്ചേരുന്നത്. AD 1592 നൂറ്റാണ്ടിൽ രജപുത്ര രാജാവായ രാജാ മാൻസിംഗാണ് ഈ ഫോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഈ അംബർ ഫോർട്ടിലെ വിസ്മയ കാഴ്ചകളിലേക്ക് നമുക്കിനി പോകാം. ഫോർട്ടിലേക്കുള്ള യാത്രയിൽ ദൂരെ പ്രസിദ്ധമായ ആരവല്ലി പർവ്വതനിരകളാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങളിലൂടെ മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ള കൊട്ടാരങ്ങളും കോട്ടകളും തേടി ഒരു അതിസുന്ദരമായ യാത്ര. അങ്ങനെ ജയ്പൂരിൽ നിന്നും 11 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ഫോർട്ടിൻ്റെ താഴ്വാരത്തിൽ എത്തിയിരിക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ജീപ്പിൽ കയറിയാണ് മുകളിലേക്ക് പോയത്. കാൽനടയായും നമുക്ക് മുകളിലെത്താം. ഇപ്പോൾ ഞങ്ങൾ ജീപ്പിൽ നിന്നിറങ്ങി മുകളിലേക്ക് നടന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് കച്ചവടക്കാർ നമ്മളെ പല വിധത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങളുടെ സംഘാംഗങ്ങളെല്ലാം മുകളിലേക്ക് നടന്ന് പോകുന്ന കാഴ്ചയാണിപ്പം കാണുന്നത്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങളിപ്പം മുകൾ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ അതിവിശാലമായ ഒരു മൈതാനവും അതിൻ്റെ ചുറ്റും കെട്ടിട സമുച്ചയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴമയുടെ ചാരുത ആസ്വദിച്ചു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുറച്ച് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യപൂർവമായ കാഴ്ചകൾ, കെട്ടിടങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, വിദേശീയരുടെ തിരക്ക് എല്ലാം കൂടി ആകെ ഒരു ബഹളമാണിവിടെ. രാവിലെ 6:30 മുതൽ രാത്രി 9:15 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഞങ്ങളിപ്പോൾ കോട്ടയുടെ മുകൾ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അനേകം കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്നത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഗ്രാമവാസികളുടെ വീടുകളാണ് കാണുന്നത്. ഇത് അംബർ പാലസാണ്. രജപുത്ര മുഗൾ ശൈലികൾ സമ്മേളിക്കുന്ന തനതായ വാസ്തുശൈലി ഈ കോട്ടയിലുടനീളം നമുക്ക് കാണാം. രാജകൊട്ടാരത്തിലെ മുറികളാണ് ഈ കാണുന്നത്. വളരെ ചെറിയ മുറികൾ, ഇടുങ്ങിയ മുറികൾ, ജനലുകളൊന്നും തന്നെ ഈ മുറികൾക്കില്ല. മഹാരാജാവും മഹാറാണിയും ഒക്കെ താമസിച്ചിരുന്നത് ഈ റൂമുകളിലാണ്. മഹാരാജാവിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ പാലസിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് താമസിച്ചിരുന്നത്. എങ്കിലും അവർ പരസ്പരം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രം. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങൾ, അറിയപ്പെടാത്ത ചരിത്രങ്ങൾ, അങ്ങനെ ഒത്തിരി ചരിത്രങ്ങളടങ്ങുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലെ ജയ്പൂരിലെ കാഴ്ചകളുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ കാഴ്ചകളിലൂടെ നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഓക്കെ, ഈ റൂമുകൾക്കൊന്നും ഒരു വിൻഡോയും ഇല്ല. കാരണം വേനൽക്കാലത്ത് ഇവിടെ നല്ല തണുപ്പ് കിട്ടുക. വിൻ്റർ സീസണിൽ മാത്രമേ ഇവിടെ താമസിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇവിടെ 63 ഡിഗ്രി ചൂടാണ് ഉള്ളത്. അങ്ങനെ അമർ ഫോർട്ടിലെയും അമർ പാലസിലെയും അത്യാകർഷകമായ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അങ്ങനെ ഞങ്ങൾ പുറത്തേക്കാണ്. അങ്ങനെ ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന രാജസ്ഥാനിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അടിപൊളി കാഴ്ചകളാണ്.
എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ, എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകൾ. രാജാക്കന്മാരുടെ കാലത്തെ, രാജവാഴ്ചക്കാലത്തെ പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ജീവിത രീതിയും എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇത്രയും ആഡംബരപ്രിയരായിരുന്നോ ഇവരെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര സമ്പന്നതയിൽ സുഖലോലുപരായി ജീവിച്ച രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ മാത്രം നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നേരിൽ കണ്ടത്. അത് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. ഒരിക്കൽ മനസ്സിൽ നിന്ന് മാറാത്ത കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ് ഇവിടെ നമുക്ക്. രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാരത്തിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന വലിയ പാത്രമാണ് ഈ കാണുന്നത്. ഇത് അന്നവർ വൈൻ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണുകൊണ്ടുള്ള വലിയ ജാറ്. അങ്ങനെ പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇനിയും ജീപ്പിൽ കയറി താഴെ എത്തണം. ഫോർട്ടിന് താഴ്വാരത്തിലെത്തിയാൽ അവിടെ നിന്നാണ് പിന്നീടുള്ള യാത്ര. രാജസ്ഥാൻ കാഴ്ചകൾ അങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്നത്തെ കാഴ്ചകൾ സൂപ്പറായിരുന്നു. സിറ്റി പാലസ്, അമീർ ഫോർട്ട് എന്ന് വേണ്ട കാഴ്ചകൾ കണ്ടും കേട്ടും ചരിത്രങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു യാത്ര. ഓക്കേ, അങ്ങനെ ഫോർട്ടിന് മുകളിൽ നിന്ന് ഞങ്ങൾ ജീപ്പിൽ കയറി താഴ്വാരത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനി താമസ സ്ഥലത്തേക്കുള്ള യാത്ര. വൈകുന്നേരമായി. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ജയ്പൂരിലെ മനോഹര കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ.